എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ചിരിക്കുടനാവട്ടെ ഒരു ലെറ്റർ എഴുതി ഒരു വയസ്സൻ അപ്പാപ്പന് ഇപ്പൊ അയച്ചു കൊടുക്കും. ആ ലെറ്ററില് ചിരിക്കുട്ടൻ സ്കൂളിൽ വന്ന പുതിയ കുട്ടികൾക്ക് അവരെങ്ങനെയായിരിക്കണം ഒരു സൂപ്പർ ഹീറോ ആയി മാറേണ്ടത് എന്ന ഒരുപാട് കാര്യങ്ങളായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. ചിരിക്കുട്ടന്റെ ആദ്യത്തെ പ്ലാന് ആരാണോ ദ ബെസ്റ്റ് സ്റ്റുഡന്റ് അവനായിരിക്കണം ഞാൻ എന്റെ പവർ അത് കൊടുക്കുക എന്നതായിരുന്നു. പിന്നീട് നമ്മുടെ ഹീറോയെ കണ്ടപ്പോ, അവന്റെ സ്വഭാവം കണ്ടപ്പോ, അവന്റെ ആഗ്രഹങ്ങൾ കണ്ടപ്പോ ചിരിക്കുട്ടൻ സ്വമേധയാ അവന്റെ പവർ നമ്മുടെ ഹീറോയ്ക്ക് കൊടുത്തു. ഹീറോയാണെങ്കില് ഒരുപാട് നാളായി സ്വപ്നം കണ്ട വലിയൊരു ആഗ്രഹം അത് സാധിച്ചെടുക്കാനായിട്ട് അത് ഇരു കൈ നീട്ടി സ്വീകരിച്ചു. പക്ഷെ എന്താ, അവനെ കൊണ്ട് ആ ഒരു പവർ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നടന്ന എല്ലാ വിശേഷങ്ങളും ആ ഒരു ലെറ്ററിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പൂപ്പനാവട്ടെ അതൊക്കെ വായിച്ച് ഇപ്പൊ ഹായ് ആയിട്ടിരിക്കാണ്. കട്ട് ചെയ്താ ഇപ്പൊ സ്കൂളില് വലിയൊരു മീറ്റിംഗ് നടക്കാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു വില്ലന്മാരുടെ അറ്റാക്ക് അതിനെക്കുറിച്ചാണ് ഇപ്പൊ ചർച്ച നടക്കുന്നത്. അപ്പൊ ആ ഡിറ്റക്റ്റീവ് ആളങ്ങോട്ട് വരും. എന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അതൊന്നൊന്നായിട്ട് പറയാനായിട്ട് ആരംഭിക്കും. ആ ഒരു മോൺസ്റ്റേഴ്സിന്റെ ലീഡറും ബ്ലാക്ക് മോൺസ്റ്ററും അവർ രണ്ടുപേരും ആരാണെന്നോ അവരുടെ ഐഡന്റിറ്റി അതെന്താണെന്നോ എവിടെയുള്ളവരാണെന്നോ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള ഏകദേശം എല്ലാ മോൺസ്റ്റേഴ്സിന്റെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് പറയും രക്ഷപ്പെട്ട ആ രണ്ട് മെയിൻ വില്ലന്മാരും ഗവൺമെന്റിൽ എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. മാത്രമല്ല അവർക്ക് ഒരുപാട് പരുക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വീണ്ടും ചിരിക്കുട്ടനെ നശിപ്പിക്കാനായിട്ട് അവർ തിരികെ എത്തും. മാത്രമല്ല ആ ഒരു കാക്കത്തലേന്റെ പവർ അത് കറക്റ്റായിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കേട്ട് പ്രിൻസിപ്പള് ഇപ്പൊ ദേഷ്യത്തില് ഡിറ്റക്റ്റീവിന് നേർക്ക് കാർക്കിച്ച് തുപ്പും. സ്റ്റോപ്പ് ദ ഫക്ക്, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം? ഒരു വില്ലനെ കിട്ടി അവന്റെ പവറും അവന്റെ എബിലിറ്റിയും അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ വെറും വേസ്റ്റ് ആണെന്ന് പറയും. അതിന് ചിരിക്കുട്ടൻ പറയും ആക്ച്വലി അവരുടെ പ്ലാനിങ് അത് മുഴുവൻ തെറ്റിപ്പോയി. എന്റെ ബലമായ സംശയം അവരുടെ നേതാവ് അതേതോ ഒരു ചെറിയ പയ്യനാണോ എന്നാണ്. കാരണം അവരുടെ ഓരോ മൂവ്മെന്റ്സും വളരെ കിഡിഷ് ആയിരുന്നു. അപ്പൊ ഡിറ്റക്റ്റീവ് പറയും മാത്രമല്ല വീണ്ടും ഒരുപാട് വില്ലന്മാരെ സിറ്റിയുടെ പല ഭാഗത്തു നിന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. അതിലേറ്റവും വലിയ അതിശയം അവരുടെ നേതാവ് അവൻ ഏറ്റവും വലിയ മണ്ടനാണ്. അവനെ വിശ്വസിച്ച് ഇവരൊക്കെ എങ്ങനെ ഇവിടേക്ക് വന്നു എന്നാണ് എനിക്ക് അത്ഭുതം. അതിലുപരിയായിട്ട് അതിൽ പല വില്ലന്മാർക്കും അവരുടെ പവർ പോലും എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഡിറ്റക്റ്റീവ് പറയും ഇതാണ് അന്വേഷണത്തിന്റെ സമ്മറി. കൂടുതൽ അന്വേഷണം അതുടനെ ഉണ്ടാവും. അതുവരെ സ്കൂളിന്റെ പ്രവർത്തനം അത് കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെക്കണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഹീറോ അവൻ ഓൾറെഡി ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിരിക്കുട്ടന്റെ ഫൈറ്റ് അത് ഫുൾ ടൈം ഇപ്പൊ ലാപ്ടോപ്പിൽ ഇരുന്ന് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അവന്റെ അമ്മയാവട്ടെ അവന് ഫുൾ സപ്പോർട്ടൊക്കെ കൊടുത്ത് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മുടെ ചെക്കനെ ഒരു സൂപ്പർ ഹീറോ ആക്കി മാറ്റാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹീറോ ഇപ്പൊ പതിയെ പതിയെ കഴിഞ്ഞ ഫൈറ്റിനെ കുറിച്ച് ആലോചിക്കും. ആ ഒരു വില്ലന്മാര് വന്നത്, ഹീറോ അവരുമായിട്ട് ഫൈറ്റ് ഇട്ടത്, അവസാനം ചിരിക്കുട്ടൻ വന്ന് അവരുമായിട്ട് ഫൈറ്റ് ഇട്ടത്, ചിരിക്കുട്ടൻ അടി കിട്ടിയത്, അതിനിടയിലേക്ക് ഹീറോ ചാടി വീണത് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അവനിപ്പോ ഒന്നൊന്നായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരാഴ്ചക്ക് ശേഷം ഇപ്പൊ സ്കൂൾ തുറക്കാണ്. ക്ലാസ്സിൽ ഇപ്പൊ വലിയ പ്രശ്നം നടക്കാണ്. കാരണം ലാസ്റ്റ് വീക്ക് നടന്ന ആ ഒരു ഫൈറ്റിന്റെ ഫോട്ടോ പത്രത്തിൽ വന്നപ്പോ അതിൽ ഇൻവിസിബിൾ ഗേളിന്റെ ഫോട്ടോ മാത്രം കാണുന്നില്ല. അവൾക്ക് ദേഷ്യവും സങ്കടവും വന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും ഇപ്പൊ ചൂടാവാൻ തുടങ്ങും. അപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചോപ്പൻ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അവന്റെ സാഹസിക ഫൈറ്റിനെ കുറിച്ച് ഇപ്പൊ തള്ളി മറിക്കുകയാണ്. അത് കേട്ട് വയലറ്റ് തലയൻ നീ വീണ്ടും വീണ്ടും ഇതന്നെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയാണോ? എനിക്കിത് കേൾക്കണ്ടെന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയും. അത് കേട്ട് ചപ്രത്തലേന് കലി കയറി അവനിപ്പോ ഒച്ചയിടാൻ തുടങ്ങും. അപ്പോഴായിരിക്കും നമ്മുടെ കണ്ണാടി പയ്യൻ ക്ലാസ്സിലേക്ക് വരിക. അവനിപ്പോ വിളിച്ചു പറയും ആരും ശബ്ദം ഉണ്ടാക്കരുത്, എല്ലാവരും അവരുടെ സീറ്റില് നല്ല കുട്ടികളായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കണം. അത് കേട്ടൊരുത്തം വിളിച്ചു പറയും ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ സീറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്, ആദ്യം നീ പോയി നിന്റെ സീറ്റിലിരിക്കെ. കണ്ണാടി പയ്യൻ ചമ്മി ഐസായി ഇപ്പൊ അവന്റെ സീറ്റിൽ പോയിരിക്കും. അപ്പോഴായിരിക്കും ഒരുപാട് അടി കിട്ടി ബാൻഡേഡ് ഒക്കെ ഇട്ട് പാവം നമ്മുടെ മാസ്റ്റർ ഇപ്പൊ ക്ലാസ്സിലേക്ക് വരിക. മാസ്റ്ററിനെ കാണുമ്പോ തന്നെ ഇപ്പൊ കുട്ടികളുടെ ഫ്യൂസ് പോവും. മാസ്റ്റർ വന്നുടനെ ഇപ്പൊ സർപ്രൈസ് പൊട്ടിക്കും. ഫൈറ്റ് അതിനിയും കഴിഞ്ഞിട്ടില്ല, മുൻപോട്ട് തുടർന്നു കൊണ്ടേയിരിക്കും. അത് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ വയലറ്റ് തലയൻ അവൻ ഷോക്കാവും. മാസ്റ്റർ പറയും അത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്പോർട്സ് മീറ്റ് അത് നടക്കാൻ പോവാണ്. ചോപ്പൻ തലേനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷാവും. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇപ്പൊ ടെൻഷൻ കൂടി വരും. കണ്ണാടിക്കാരൻ ചോദിക്കും ഇങ്ങനെ ഒരു അവസ്ഥയില് ഈ സ്പോർട്സ് മീറ്റ് ഇപ്പൊ ആവശ്യമുണ്ടോ?
വില്ലന്മാര് അവര് വീണ്ടും അറ്റാക്ക് ചെയ്ത അത് വലിയ അപകടമല്ലേന്ന് ചോദിക്കുമ്പോ അതിന് മാസ്റ്റർ പറയും സ്കൂളിന്റെ അതോറിറ്റികള് മണ്ടന്മാരല്ല. കഴിഞ്ഞ തവണ ഉണ്ടായതുപോലുള്ള പ്രശ്നങ്ങള് ഇനി ഉണ്ടാവില്ല. അതിനുവേണ്ടി നമ്മുടെ സെക്യൂരിറ്റി സംവിധാനം അതിപ്പോ ഡബിൾ ആയിട്ട് സ്ട്രെങ്തൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിന് ഈ ഒരു സ്പോർട്സ് ഫെസ്റ്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഒരിക്കലും 5-6 വില്ലന്മാരെ പേടിച്ച് നമുക്കിത് മാറ്റിവെക്കാൻ കഴിയില്ല. പണ്ടൊക്കെ ജനങ്ങള് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടെ കാത്തിരുന്നത് ഒളിമ്പിക്സ് കാണാനാണ്. പക്ഷെ ജപ്പാനില് സ്കൂളിന്റെ സ്പോർട്സ് ഫെസ്റ്റ് ആണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പോർട്സ് ഫെസ്റ്റിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. മാസ്റ്റർ വീണ്ടും പറയും, ഈ ഒരു സ്പോർട്സ് ഫെസ്റ്റില് നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു സൂപ്പർ ഹീറോസിന്റെ ഏജൻസിയിൽ ഒരു മെമ്പർ ആവാൻ കഴിയും. അതിലൂടെ നിങ്ങൾക്കും ഫ്രീ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഒരുപാട് ഫെയിമും വളരെ എളുപ്പത്തിൽ തന്നെ സ്വന്തമാക്കാൻ കഴിയും. സോ ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് ഈ ഒരു സ്പോർട്സ് മീറ്റില് നിങ്ങൾ ഓരോരുത്തരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അത് കേട്ട് എല്ലാവരും ഇപ്പൊ വാശിയോടുകൂടെ തുള്ളിച്ചാടും. പക്ഷെ ഹീറോയ്ക്ക് മാത്രം എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവൻ അങ്ങനെ വിഷമിച്ചിരിക്കും. കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ഫുഡ് കഴിക്കാൻ ക്യാൻറ്റീനിൽ വന്നിരിക്കുകയാണ്. ക്യാൻറ്റീനിലും സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ ആ ഒരു സ്പോർട്സ് മീറ്റിനെ കുറിച്ചായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഐഡിയാസ് ഒക്കെ പറഞ്ഞ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇപ്പൊ ഉഷാറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ കണ്ണാടി പയ്യൻ പറയും, ഈ ഒരു സ്പോർട്സ് മീറ്റ് അത് ശരിക്കും നമ്മുടെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യണം. അത് കേൾക്കുമ്പോ നമ്മുടെ ഡോറ ആവട്ടെ, അവള് ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ ഉറപ്പായിട്ടും ഈ സ്പോർട്സ് മീറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിന്നറിന്റെ കപ്പ് അത് ഞാൻ തന്നെ അടിച്ചു മാറ്റും. അവളിപ്പോ ഓടി നടന്ന് എല്ലാവരോടും പറയാൻ തുടങ്ങും, ഞാൻ ഉറപ്പായിട്ടും ഈ സ്പോർട്സ് മീറ്റിൽ ജയിക്കും, ഞാൻ മാത്രമേ ഇതിൽ ജയിക്കൂ. അപ്പൊ വേറൊരുത്തൻ ഇപ്പൊ അവളോട് ചോദിക്കും, ആക്ച്വലി എന്തിനാണ് നീ ഒരു സൂപ്പർ ഹീറോ ആകാൻ ആഗ്രഹിക്കുന്നത്? അതിനവൾ ബബ്ബബെ അടിച്ച് ഇപ്പൊ തല ചൊറിഞ്ഞ് അങ്ങനെ നിൽക്കും. കാരണം നമ്മുടെ പെങ്കൊച്ചിന് അവൾക്ക് ആവശ്യം ഒരുപാട് കാശും പ്രശസ്തിയും മാത്രമാണ്. അവൾ ഉടനെ ഇപ്പൊ കരയാൻ തുടങ്ങും. കാരണം അവളുടെ ഫാമിലിക്ക് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, അതിപ്പോ ഒരുപാട് നഷ്ടത്തിലാണ്. അവളുടെ സൂപ്പർ പവർ ഉപയോഗിച്ച് അവൾ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമെങ്കിലും അവളുടെ പപ്പയാവട്ടെ അതിന് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് പഠിച്ചു വളർന്ന് ഒരു സൂപ്പർ ഹീറോ ആയതിനു ശേഷം ഒരുപാട് പണം സമ്പാദിച്ച് അവളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് അവൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത്. അവളുടെ സ്റ്റോറി കേൾക്കുമ്പോ ഇപ്പൊ ഹീറോയ്ക്കും ആ കണ്ണാടി പയ്യനും ഒരുപാട് വിഷമാവും. അപ്പൊ അതേ സമയത്ത് ചിരിക്കുട്ടൻ അവിടെ വന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പൊ ഹീറോയെ മാത്രം കൂട്ടി അവന്റെ ക്യാബിനിലേക്ക് പോകും. അപ്പൊ ഡോറയ്ക്ക് എന്തോ സംശയം തോന്നി. ഇപ്പൊ അവൾ കണ്ണാടി പയ്യനോട് ചോദിക്കും, ഇതിൽ എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്, എന്തുകൊണ്ടായിരിക്കാം മാസ്റ്റർ നമ്മളെ ആരെയും വിളിക്കാതെ അവനെ മാത്രം സ്പെഷ്യലായിട്ട് വിളിച്ചത്? അപ്പൊ ഒരു പരസ്പരം ഇപ്പൊ ഒരുപാട് കാര്യങ്ങള് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. മാസ്റ്ററും ഇസുക്ക് പയ്യനും അവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരിക്കും. മാത്രമല്ല അവരുടെ പവറിന് പോലും എന്തൊക്കെയോ സിമിലാരിറ്റി ഉണ്ട്. ഇവരീ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ നമ്മുടെ ഐസ്മാൻ അവൻ കേട്ടോണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ ഹീറോയോട് ചിരിക്കുട്ടൻ ഒരുപാട് വിഷമത്തിൽ പറയും, എന്റെ പവറ് അതിപ്പോ ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ്. മുൻപ് എനിക്ക് 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എന്റെ പവർ നിലനിർത്താൻ കഴിയുമായിരുന്നു. പക്ഷെ ഇപ്പോഴെനിക്ക് വെറും 1.5 മണിക്കൂർ മാത്രമേ എന്റെ പവറിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നുള്ളൂ. ലാസ്റ്റ് വീക്ക് നടന്ന ആ ഒരു ഫൈറ്റിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഇത് സംഭവിച്ചത്. ചിരിക്കുട്ടന്റെ അവസ്ഥ കാണുമ്പോ ഇപ്പൊ ഹീറോയ്ക്ക് അവന് ഒരുപാട് വിഷമാവും. ചിരിക്കുട്ടൻ ചോദിക്കും, ഞാൻ നിനക്ക് പവർ തരുന്ന സമയത്ത് നിനക്കന്നുണ്ടായ അതേ ആവേശവും ഊർജവും ഇപ്പോഴും ഉണ്ടോ? അതിനവൻ ഉഷാറായിട്ട് പറയും, എനിക്ക് ഇപ്പോഴും അതേ ആവേശവും ഉശിരും ഇപ്പോഴും ഉണ്ട്. അപ്പൊ ചിരിക്കുട്ടൻ അവൻ പറയും, അങ്ങനെയാണെങ്കിൽ ഈ സ്പോർട്സ് മീറ്റില് നിന്റെ റിയൽ പവർ അതെന്താണെന്ന് നീ എല്ലാവർക്കുമായിട്ട് കാണിച്ചു കൊടുക്കണം. ഈ സ്പോർട്സ് മീറ്റ് അത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒന്നാണ്. ഇതിൽ നീ തന്നെ ജയിച്ച് അടുത്ത സൂപ്പർ ഹീറോ അത് നീ ആവണം. അത് കേട്ട് ഹീറോ അവൻ കിളി പോയി കാറ്റുപോയി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.